ഉന്നയിക്കപ്പെട്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് പ്രശാന്തൻ പ്രതിയല്ല എന്ന ചോദ്യം കൂടി ഉയർന്നു വന്നു. 15-ാം തീയതി തന്നെ ഈ മഞ്ജുഷയുടെ സഹോദരൻ കണ്ണൂരിലെത്തിയപ്പോൾ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം വേണം എന്നൊരു പരാതി നൽകിയിരുന്നു. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ നാൾവഴികൾ അറിയാം. ഒരു കൈക്കൂലി പരാതി വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന പ്രബലമായ ആരോപണം അവിടെ നിൽക്കുന്നു. തുടർന്ന് എങ്ങനെ ഈ പമ്പ്, ഇതിൻ്റെ വേറെ ബോട്ട്സ് എന്ത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അന്വേഷണം ഇത് ഒരു പ്രസംഗത്തെ തുടർന്നുണ്ടായ മനക്ഷോഭത്തിലുള്ള ആത്മഹത്യ എന്ന മട്ടിൽ മാത്രം ചുരുങ്ങുന്നതിന്റെ പ്രശ്നം കൂടി ഈ സംശയങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകില്ലേ? അല്ല അഭിലാഷേ, ഇവിടെ ഇപ്പോൾ ഇതൊരു കൊലപാതകമാണോ അല്ലയോ എന്നതാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ള സംശയം. അതിപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഉന്നയിച്ചു കഴിഞ്ഞു. നവീൻ ബാബുവിൻ്റെ ഭാര്യ മാത്രമല്ല, മുഴുവൻ കേരളത്തിലെ ജനതയുടെയും മനസ്സിൽ ഇത് ആദ്യത്തെ ദിവസം മുതലുണ്ട്. നമ്മളതിൻ്റെ നാൾ വഴികളിലേക്ക് പോകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടുന്ന് ദിവ്യ ഇറങ്ങിപ്പോയതിന് ശേഷം ഈ നവീൻ ബാബു എത്ര മനസ്സിന് വിഷമത്തോടു കൂടിയിട്ടാണ് പുറത്തേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ആ വീഡിയോ ക്ലിപ്പിങ്സിൽ മുഴുവനുണ്ട്. അത് വീഡിയോ എടുക്കാൻ ഈ പറയുന്ന CPM നേതാവ് തന്നെ ആളെ കൊണ്ടുവന്ന് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുകയുണ്ടായത് അപമാനിക്കാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, ഈ ADMൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് സർക്കാർ തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലീൻ റെക്കോർഡാണ്, സത്യസന്ധനാണ് എന്ന് ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിലുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങി രാത്രി പുലർച്ചയ്ക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണോ വേണ്ടയോ? അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംശയം തോന്നിയാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം വിളിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് അന്ന് രാത്രി. ഈ പ്രയാസങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അതിനൊക്കെ ശേഷം നാട്ടിലേക്ക് പുറപ്പെടേണ്ട ദിവസം സൂയിസൈഡ് ചെയ്തു എന്ന് വന്നാൽ ഇത് കണ്ണൂരായതുകൊണ്ടാണ് നമുക്ക് സംശയം വർദ്ധിക്കുന്നത്. കണ്ണൂരായതുകൊണ്ടാണ്, ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് സംശയം വർദ്ധിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ മറ്റേ പോലീസുകാരുടെ നടപടികളൊക്കെ ഇവരുടെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് തീർപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം കാണിച്ചു എന്നതും നമ്മൾ ആ പരാതിയിലുണ്ട്, ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോലീസിനെയും CPMനെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള ഈ ADMൻ്റെ കുടുംബക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് CPMന് കഴിയാതെ പോയത്? അത് പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയണ്ടേ നേരത്തെ? പിന്നെ കളക്ടറുടെ റോള് ഞാനും സംശയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സ്വഭാവവും ചലനങ്ങളും ഒക്കെ ആർക്കൊക്കെയോ സംശയത്തിന് വക നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യാവസാനം ഈ ചാനലുകളിൽ കാണുന്നതാണ്. പക്ഷേ സംശയത്തിന് ഇടം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കപ്പെടണം. ഇവിടെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ. കേരളത്തിന് പുറത്ത് CBI എന്ന് കേട്ടാൽ കലി തുള്ളുന്ന കോൺഗ്രസ്സുകാർക്കും CPMക്കാർക്കും ഇപ്പോൾ കേരളത്തിൽ ഈ പ്രശ്നത്തിൽ CBI അന്വേഷണം ആകാം എന്ന് വരുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് കാണണം. കോടതിയും ആ നിലയിൽ ചിന്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.